അങ്ങനെ നമ്മുടെ UCL ഫൈനൽ ഈ PSG വേഴ്സസ് ആർസണലാണ്. നമ്മുടെ ബയണും PSG തമ്മിലുള്ള കളി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഫസ്റ്റ് ലെഗ് കണ്ടവർക്കറിയാം അതുപോലെ തന്നെ ആവുമെന്നും പ്രതീക്ഷിച്ചൊരു കളിയായിരുന്നു. കാരണം ഫസ്റ്റ് തന്നെ ഡെമ്പലെ ഗോളടിച്ചു, പിന്നെ അഗ്രിഗേറ്റ് അവർ 2 ഗോൾ ലീഡുണ്ടായിരുന്നു. പിന്നെ അവസാനം മാത്രമാണ് ആ കളി ഗോൾ വീണത്. കാരണം PSG ഡിഫൻസ് അമ്മാതിരി ഫസ്റ്റ് ലെഗ് കളിച്ച പോലെ അല്ല കളിച്ചത്. 2 ടീമിൻ്റെ ഡിഫൻസ് ഫസ്റ്റ് ലെഗ് കളിച്ച പോലെയാണ് നല്ല ഡിഫൻസ്. ഞാൻ പറഞ്ഞുതരാം, ഡിഫൻഡുപരമായിട്ട് ഫസ്റ്റ് ലെഗ് ഭയങ്കര മടുപ്പായിരുന്നു 2 ടീം. പക്ഷേ സെക്കൻഡ് ലെഗിലോട്ട് വന്നപ്പോൾ കളി മൊത്തത്തിൽ മാറി. ലാസ്റ്റ് ഒരു ഹരിക്കേൻ്റെ ഗോൾ വന്നതല്ലേ, അങ്ങനെ ഒരു ഗോളിൻ്റെ അഗ്രിഗേറ്റ് വെച്ച് അങ്ങനെ നമ്മുടെ PSG ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. PSG ബാക്ക് ടു ബാക്ക് UCL എടുക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെയാണ് ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അപ്പോൾ സാക്കയുടെ ഒരു ഗോളുണ്ടായിരുന്നു. ആ ഒറ്റ ഗോളി നമ്മുടെ ആർസണലും അങ്ങനെ ഫൈനലിൽ കയറിയിരിക്കുന്നു. അത്ലറ്റിക്കോയുടെ കാര്യത്തിൽ 1-1 2 ടീമും ഫസ്റ്റ് ലെഗ് പെനാൽറ്റി അടിച്ചാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് UCL എടുക്കുമെന്നാണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം